കേരളം മുഴുവൻ ഒന്നായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് വേറെ ആരോടുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പപ്പേച്ചിയോടാണ്. ഏത് പപ്പേച്ചി എന്ന് വെച്ചാൽ പത്മജ വേണുഗോപാൽ എന്ന പപ്പേച്ചിയോട്. സാക്ഷാൽ കെ കരുണാകരൻ്റെ മകളോട്. കെ കരുണാകരൻ്റെ മകളും മകനുമൊക്കെ കരുണാകരനാകുന്ന കോൺഗ്രസ് നേതാവിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചവരായിരുന്നു. എന്നാൽ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ പപ്പേച്ചി ചാടിയെന്ന് മാത്രമല്ല, ചാടിക്കോട്ടെ, അങ്ങനെ രാഷ്ട്രീയമായി ചിലപ്പം മാറുകയും ഒക്കെ ഉണ്ട്. പക്ഷേ പിറ്റേന്ന് മുതൽ ഈ പറഞ്ഞ നമ്മുടെ ശ്രീലേഖയെപ്പോലെ എന്തെല്ലാം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പൊട്ടുതൊടുന്നതിനെയും കുറി തൊടുന്നതിനെയും ഒക്കെ പറഞ്ഞ് കേരളത്തിൽ മുഴുവൻ വിദ്വേഷം വിറ്റതാണ്. അന്നെല്ലാം പപ്പേച്ചി പറഞ്ഞൊരു ഡയലോഗുണ്ട്: കോൺഗ്രസ്സുകാരാണ് എന്നെ വാരിയത്, ആ വാരൽ കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്, അല്ലാതെ ഒരിക്കലും എൻ്റെ കുറ്റം കൊണ്ടല്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തൃശ്ശൂരിലെ ജനങ്ങളോടെല്ലാം സംസാരിക്കുമ്പോൾ ഇനി ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും അതവിടെ ഇരിക്കട്ടെ എന്ന നിലപാടാണ് തൃശ്ശൂരുകാർക്കെന്ന് അന്നേ പല പ്രമുഖരായ ആളുകളും എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ പപ്പേച്ചി ഇത്തവണയും പോയി എല്ലാവരും ചോദിച്ചപ്പോൾ മുൻപത്തെ പോലെ കാലുവാരലുണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. സത്യമാണ്, കാലിൽ വാരിയില്ല, മറിച്ച് കയ്യിലും കാലിലും എല്ലാം കൂടി പിടിച്ച് ഒരു സ്ഥലത്തങ്ങിരുത്തി തൃശ്ശൂരുകാർ. 2021 പപ്പേച്ചിക്ക് കിട്ടിയത് 43,377 വോട്ടാണ്, രണ്ടാം സ്ഥാനവും. ഇപ്പോൾ പപ്പേച്ചി കോൺഗ്രസ്സിലുണ്ടായിരുന്നെങ്കിൽ പപ്പേച്ചിക്ക് തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞാൽ ആരും എതിർക്കില്ല. കാരണം എതിർക്കാതിരിക്കുന്നത് ജയിക്കും എന്നുള്ളത് കൊണ്ടല്ല, എതിർത്താൽ കരുണാകരൻ്റെ ലെഗസി, അതിൻ്റെ മറ്റു പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് രംഗത്ത് വന്ന് മൊത്തം കലക്കി നാശമാക്കും. അതുകൊണ്ട് പപ്പേച്ചി തൃശ്ശൂർ എടുത്തോളാൻ പറയും. പപ്പേച്ചി അവിടെ ചെന്ന് മത്സരിച്ചോട്ടണുന്നതിൻ്റെ തലേന്ന് വരെ വിജയിക്കുമെന്നും അഭിമാനപൂർവ്വം പറയും. പക്ഷേ പരാജയപ്പെടുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. എല്ലാ ഇലക്ഷനിലും പപ്പേച്ചിക്കാണ് സീറ്റെല്ലാം കൊടുക്കാറുള്ളത്. പക്ഷേ എല്ലാ ഇലക്ഷനും കഴിയുമ്പോൾ പപ്പേച്ചിയുടെ സ്ഥിതി അതുതന്നെയായിരുന്നു. അതിനെയെല്ലാം പപ്പേച്ചി വിളിച്ചത് കാലുവാരൽ 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 എന്നാണ്. പക്ഷേ അന്ന് 43,377 വോട്ട് കിട്ടിയ പപ്പേച്ചിക്ക് 2026 ഇന്ന് കിട്ടിയത് 28,662 വോട്ടാണ്. നമ്മൾ ചിലപ്പോൾ ചോദിക്കൂലേ, 5,000 ആണോ വലുത്, 900 ആണോ വലുത് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ തോന്നൂലേ 900 വലുതെന്ന്. അതുകൊണ്ട് അന്ന് കിട്ടിയത് 43,317 ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയത് 28,662 മൂന്നാം സ്ഥാനത്തും. പപ്പേച്ചിക്ക് വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. ജനങ്ങൾ അങ്ങനെയാണ്, നോക്കിയാണ് തോൽപ്പിക്കുന്നത്. ഇത്രയും പേരെ ജയിപ്പിച്ചപ്പോഴും ചിലരെ ജനം നോക്കി തോൽപ്പിച്ച കണ്ടില്ലേ? അതാണ് ജനത്തിൻ്റെ ഒരു ഭംഗി. ഞങ്ങളുടെ കരുനാഗപ്പള്ളി ഒരു രസമുണ്ടായി. ഒരു നേതാവ് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോയി. ആ നേതാവ് എപ്പോഴും അവകാശപ്പെടുന്നത് ആ നേതാവ് ഉള്ളത് കൊണ്ടാണ് ഈ പാർട്ടിയെല്ലാം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് പാർട്ടി അധികാരത്തിൽ വരുമ്പോഴെല്ലാം നേതാവ് പോയി ഏറ്റവും മുന്തിയത് ഒരെണ്ണം വാങ്ങിയെടുത്ത് വിൽക്കും, അതുകൊണ്ട് നടക്കും. പുള്ളിയുടെയും കുടുംബത്തിൻ്റെയും ഗുണത്തിനായി അത് പരമാവധി ഉപയോഗിക്കും. വേറെ പാർട്ടിക്കാർക്കൊന്നും ഒരു ഉപയോഗം ഉണ്ടാവില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏത് പാർട്ടിയിൽ നിൽക്കുന്നുവോ ഇന്ന് വരെ ആ പാർട്ടിക്ക് അദ്ദേഹം വോട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. മഹേഷ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ നേതാവിൻ്റെ ബൂത്തിൽ കിട്ടിയതിൻ്റെ 3 ഇരട്ടി വോട്ടാണ് ഇപ്പോൾ ആ നേതാവ് വിട്ടുപോയതിന് ശേഷം അവിടെ കിട്ടിയത്. ആളുകളോട് ചോദിച്ചപ്പോൾ ചായക്കടയിലൊക്കെ പറഞ്ഞത്രേ, അവൻ അതിൽ നിന്ന് പോയപ്പോൾ അതങ്ങ് വൃത്തിയായി. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ പാർട്ടി ഒന്നും നോക്കാതെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളങ്ങ് വോട്ട് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? അവൻ നിന്നതിൻ്റെ 3 ഇരട്ടി വോട്ട്. അതുപോലെ ഈ പപ്പേച്ചി പൊയ്ക്കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ്സിന് കിട്ടി. ഇല്ലെങ്കിൽ പപ്പേച്ചി പോയി മത്സരിച്ച് വീണ്ടും വേറൊരു പാർട്ടി ജയിക്കുമായിരുന്നു.